Worldinfo channel പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ്. കീം 2022 അഡ്മിഷൻ ടു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സ് കേരള. എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, MBBS, BDS, ഹോമിയോ, ആയുർവേദം, സിദ്ധ, യുനാനി, അഗ്രികൾച്ചർ, ഫോറസ്ട്രി, വെറ്റിനറി, ഫിഷറീസ്, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിംഗ്, കാലാവസ്ഥാ വ്യതിയാനം ആൻഡ് പരിസ്ഥിതി ശാസ്ത്രം, ബിടെക്, ബയോടെക്നോളജി, ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശനം 30/4/2022 5 PM അതിനു മുമ്പോ അപേക്ഷിക്കുക. ജനന തീയതിയും നേറ്റിവിറ്റി പ്രൂഫും അപ്ലോഡ് ചെയ്യേണ്ട അവസാന തീയതി 30/4/2022 5 PM ആവശ്യമായ മറ്റു സർട്ടിഫിക്കറ്റുകൾ അഥവാ ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യാനുള്ള അവസാന തീയതി 10/5/2022 5 PM കേരളത്തിൽ ഒരു മെഡിക്കൽ സീറ്റ് കിട്ടണമെങ്കിൽ കീം കേരളയിൽ രജിസ്റ്റർ ചെയ്യണം. നീറ്റിന് ലഭിക്കുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് കേരളത്തിൽ ഒരു മെഡിക്കൽ സീറ്റ് ലഭിക്കുക. നിങ്ങളുടെ ഡീറ്റെയിൽസും ഫോട്ടോയും സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യാൻ ഏപ്രിൽ 30, 2022 വരെ മാത്രമേ സമയമുള്ളൂ. അതിനു മുന്നേ എല്ലാവരും ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. നീറ്റ് മാർക്ക് ഷീറ്റ് വന്നു കഴിഞ്ഞാൽ കീം കേരളയുടെ വെബ്സൈറ്റിൽ നിങ്ങൾ അത് അപ്ലോഡ് ചെയ്യണം. നിങ്ങളുടെ നീറ്റ് മാർക്ക് അനുസരിച്ചാണ് കീം കേരള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഒരു മെഡിക്കൽ സീറ്റ് കേരളത്തിൽ ലഭിക്കുക. എഞ്ചിനീയറിംഗ് ആൻഡ് B.Pharm ഒഴിച്ച് മറ്റൊന്നിനും കേരളത്തിൽ പരീക്ഷ ഇല്ല. മെഡിക്കൽ സീറ്റുകളെല്ലാം നീറ്റ് മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് കേരള മെഡിക്കൽ റാങ്ക് തയ്യാറാക്കിക്കൊണ്ട് അഡ്മിഷൻ നൽകുന്നത്. കീം കേരളയിൽ അപ്ലോഡ് ചെയ്യാൻ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, സിഗ്നേച്ചർ, ഫോട്ടോ മാത്രം മതി. ഫോട്ടോയിൽ ഡേറ്റ് വേണ്ട, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണമെന്ന് മാത്രം. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അച്ഛനോ അമ്മയോ കുട്ടിയോ ആരെങ്കിലും ഒരാൾ കേരളത്തിൽ ജനിച്ചതാണ് എന്നതിനുള്ള ഒരു തെളിവ്. അതാണ് ഈ സർട്ടിഫിക്കറ്റ്. ആരുടെയെങ്കിലും ഒരാളുടെ പ്ലേസ് ഓഫ് ബർത്ത് ഉള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതി. അതുതന്നെയാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. അതല്ലാതെ അക്ഷയയിലോ മറ്റോ പോയി നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കീം വെബ്സൈറ്റിൽ അത് അംഗീകരിക്കില്ല. അവർക്ക് വേണ്ടത് നിങ്ങളുടെ പ്ലേസ് ഓഫ് ബർത്ത് ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്. പാസ്പോർട്ട്, ബർത്ത് സർട്ടിഫിക്കറ്റ്, 10th സർട്ടിഫിക്കറ്റ് ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അതിൽ പ്ലേസ് ഓഫ് ബർത്ത് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അച്ഛന്റെയോ അമ്മയുടെയോ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കുന്നെങ്കിൽ അച്ഛൻ അഥവാ അമ്മ അവരെ കുട്ടിയാണ് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൂടി അപ്ലോഡ് ചെയ്യണം. ഇനി 3 പേരും കേരളത്തിൽ ജനിച്ചവർ അല്ലെങ്കിൽ 8ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെ കേരളത്തിലാണ് പഠിച്ചത് എങ്കിൽ അവരുടെ 12ാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റ് ഉണ്ടായാൽ മതി. 8ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെ കേരളത്തിലാണ് പഠിച്ചതെന്ന തെളിവ് അതിലുണ്ടല്ലോ, അത് തന്നെ ധാരാളം മതിയാവും. കീം 2022 രജിസ്ട്രേഷൻ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് 5 സ്റ്റെപ്പാണ്. ഫസ്റ്റ് രജിസ്ട്രേഷൻ, സെക്കൻഡ് ഫിൽ ആപ്ലിക്കേഷൻ, 3 പേ ആപ്ലിക്കേഷൻ ഫീ, 4 അപ്ലോഡ് ഇമേജ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ്, 5 പ്രിന്റ് അക്നോളജ്മെന്റ്. ഈ 5 സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. www.ce.kerala.gov.in പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കീം 2022 ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്നുള്ള ഇത് കാണും. അത് ക്ലിക്ക് ചെയ്യുക, മുന്നോട്ട് പോവുക. സ്റ്റെപ്പ് 1 രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം പേര് ടൈപ്പ് ചെയ്യുക, അത് കഴിഞ്ഞ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ വാലിഡ് ആയ മൊബൈൽ നമ്പർ ആയിരിക്കണം. കാരണം മെസ്സേജ് കാര്യങ്ങളെല്ലാം വരുമ്പോൾ നിങ്ങൾക്കത് കിട്ടണമെങ്കിൽ നിങ്ങളുടെ വാലിഡ് മൊബൈൽ നമ്പറിന് കൊടുക്കുക. കാരണം ഓരോ പ്രാവശ്യം വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് OTP ആവശ്യമാണ്. അപ്പോൾ OTP വരണമെങ്കിൽ നമുക്ക് വാലിഡ് മൊബൈൽ നമ്പർ കൊടുക്കണം. കൊടുത്ത നമ്പർ കറക്റ്റ് ആണെന്നുള്ളത് വീണ്ടും ഇവിടെ കൺഫർമേഷൻ കൊടുക്കുക. സെക്കൻഡ് ഇമെയിൽ ID ഇവിടെ കൊടുക്കുക. വാലിഡ് ഇമെയിൽ ID ആയിരിക്കണം. കൺഫർമേഷൻ ഇമെയിൽ ID വീണ്ടും കൊടുക്കുക. പാസ്വേഡ് ഉണ്ടാക്കുക. രണ്ടാമത് കൺഫർമേഷൻ പാസ്വേഡ് ഉണ്ടാക്കുക. അതുപോലെ ആക്സസ് കോഡ് നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം രജിസ്റ്റർ എന്ന് ക്ലിക്ക് ചെയ്യാം. പിന്നെ അടുത്ത ഇതിലേക്ക് പോകാം. രജിസ്ട്രേഷൻ കഴിഞ്ഞു. പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. കൺഫേം കൊടുക്കുക. ചെക്ക് ചെയ്തതിനു ശേഷം കൺഫേം കൊടുക്കുക. അല്ലെങ്കിൽ തെറ്റുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് ക്ലിയർ ചെയ്യുക. അതിനുശേഷം കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തതിന് ശേഷം 1 ടൈം പാസ്വേഡ് നമുക്ക് കിട്ടും. ആ 1 ടൈം പാസ്വേഡ് വന്നു കഴിഞ്ഞാൽ അതിവിടെ ടൈപ്പ് ചെയ്തതിനു ശേഷം സബ്മിറ്റ് കൊടുക്കുക. സ്റ്റെപ്പ് 1 രജിസ്ട്രേഷൻ കഴിഞ്ഞു. നമുക്ക് ആപ്ലിക്കേഷൻ നമ്പർ കിട്ടി. പ്രൊസീഡ് ടു ഫിൽ ആപ്ലിക്കേഷൻ. ഇനി നമ്മൾ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കുക. ജെൻഡർ, മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. നാഷണാലിറ്റി ഇന്ത്യൻ കൊടുക്കാം. നേറ്റിവിറ്റി വന്നിട്ട് നമ്മൾ പ്ലേസ് ഓഫ് ബർത്ത് ആണ് കൊടുക്കുന്നത്. പാസ്പോർട്ട് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കും, അത് കൃത്യമായിട്ട് കൊടുക്കുക. ആധാർ നമ്പർ കൊടുക്കുക. അതിനുശേഷം ഫാദറിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. നേറ്റീവ് ഡിസ്ട്രിക്റ്റ് എവിടെയാണോ ജനിച്ചത് അത് കൊടുക്കുക.
എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊടുക്കാം, ഒക്യുപ്പേഷൻ കൊടുക്കാം, എന്താണ് ജോലി എന്നുള്ളത്. നെയിം ഓഫ് ഗാർഡിയൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, അവരുടെ റിലേഷൻ എന്താണെന്ന് വെച്ചാൽ അവരുമായിട്ടുള്ള റിലേഷൻ എഴുതാം. അതുപോലെ തന്നെ മദേഴ്സ് ഡീറ്റെയിൽസ്, അമ്മയുടെ ഡീറ്റെയിൽസ് കൊടുക്കുക, പേര്, എവിടെയാണ് ജനിച്ചത്, എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഒക്യുപ്പേഷൻ എന്താണ് ചെയ്യുന്നത് എല്ലാം കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. പിന്നെ പെർമനന്റ് അഡ്രസ്സ്, നിങ്ങളുടെ എന്താണോ പെർമനന്റ് അഡ്രസ്സ് കൊടുക്കുക. അതുപോലെ ആൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ കൊടുക്കാം. ഹൗസ് നെയിം, സ്ട്രീറ്റ് നെയിം, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ്, സ്റ്റേറ്റ് ഏതാച്ചാൽ അത് കൊടുക്കുക. കേരളം ആണെങ്കിൽ കേരളം, ഡിസ്ട്രിക്ട് ഏതാച്ചാൽ അത് കൊടുക്കുക. അതിനുശേഷം മുന്നോട്ട് പോവുക. കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് പെർമനന്റ് അഡ്രസ്സ് ആണെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്യാം, സെയിം ആസ് പെർമനന്റ് അഡ്രസ്സ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ അഡ്രസ്സ് കൊടുക്കാവുന്നതാണ്. അക്കാദമിക് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുക. ക്വാളിഫിക്കേഷൻ എക്സാമിനേഷൻ, +2 ഓർ ഈക്വലന്റ്, അത് ഏതാണ് നിങ്ങളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതോടെ ടിക്ക് ചെയ്യാം. ബോർഡ് ഓഫ് സ്റ്റഡി ഇൻ +2 ഓർ ഈക്വലന്റ് ആണെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യുക. +2 ലെവൽ വരെ നിങ്ങൾ സംസ്കൃതം പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ ടിക്ക് ചെയ്യാം. ഹാവ് യു അപ്ലൈഡ് ഫോർ കീം പ്രീവിയസ് ഇയർ ഉണ്ടെങ്കിൽ അതിവിടെ കൊടുക്കാം, നോ അല്ലെങ്കിൽ നോ, അല്ലെങ്കിൽ യെസ്. അത് കഴിഞ്ഞ് സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. കമ്മ്യൂണൽ റിസർവേഷൻ ഡീറ്റെയിൽസ്, നിങ്ങളുടെ കമ്മ്യൂണിറ്റി ക്ലെയിം ഫോർ എലിജിബിൾ റിസർവേഷൻ, ഒരുപാട് റിസർവേഷൻ 30 റിസർവേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ ജനറൽ ആണെങ്കിൽ ജനറൽ കൊടുക്കാം. പിന്നെ കമ്മ്യൂണിറ്റി ഓഫ് ഫാദർ, കമ്മ്യൂണിറ്റി ഓഫ് മദർ, ഇപ്പോൾ 2 പേരും ഒരേ ജാതിയാണെങ്കിൽ 2 ഒരേ ജാതി കൊടുക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അച്ഛൻ നായരാണ് അമ്മ ഈഴവയാണെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ തിരിച്ചാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഏതാണെങ്കിലും അത് പ്രശ്നമില്ല. ചൈൽഡ് ഓഫ് ആൻ എൻ്റർ കാസ്റ്റ് മാരീഡ് കപ്പിൾ ഓഫ് whom one is SC or ST, SC ST ആണെങ്കിൽ അത് ഇവിടെ കൊടുക്കാം. അത് കഴിഞ്ഞ് സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കാം. അതർ റിസർവേഷൻ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇതെല്ലാം ഓരോ റിസർവേഷൻ്റെ കാര്യങ്ങളാണ്. അത് ചെക്ക് ചെയ്തതിനു ശേഷം ചെയ്യുക. ക്ലെയിം ഇൻ റിസർവേഷൻ ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, ഡിസബിലിറ്റി വല്ലതും ഉണ്ടെങ്കിൽ അതിവിടെ യെസ് അല്ലെങ്കിൽ നോ കൊടുക്കുക. ക്ലെയിം ഫോർ മൈനോറിറ്റി കോട്ട, ക്രിസ്ത്യൻ അഥവാ മുസ്ലിം ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ക്ലെയിം ഫോർ NRI കോട്ട വേണമെങ്കിൽ അതിവിടെ എഴുതാം. അത് കഴിഞ്ഞ് സേവ് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. ഇൻകം ഡീറ്റെയിൽസ്, നിങ്ങളുടെ ആനുവൽ ഫാമിലി ഇൻകം എത്രയാണെങ്കിൽ അത് എഴുതാം. അതിനുള്ള ഇൻകം സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് റവന്യൂ ഡിസ്ട്രിക്റ്റിൽ നിന്നോ താലൂക്ക് ഓഫീസിനോ വില്ലേജ് ഓഫീസിൽ നിന്നോ മേടിക്കാവുന്നതാണ്. അതിനകത്ത് ഇവിടെ കൊടുക്കാം. 7 റിവ്യൂ. സ്റ്റെപ്പ് 3 പ്ലേ ആപ്ലിക്കേഷൻ ഫീ. എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ B.Pharmന് 700 രൂപ. ഇനി ഇത് രണ്ടും കൂടെ ആണെങ്കിൽ 700 രൂപയാണ് ജനറൽ കോട്ടയ്ക്ക് വരുന്നത്. ഷെഡ്യൂൾ കാസ്റ്റ് വന്നിട്ട് 300 രൂപയും. ഷെഡ്യൂൾ ട്രൈബിന് ഫീസ് ഒന്നുമില്ല. അതുപോലെ ആർക്കിടെക്ചർ ഓർ മെഡിക്കൽ അല്ലെങ്കിൽ ആർക്കിടെക്ചർ മെഡിക്കലും കൂടി ആണെങ്കിൽ ജനറലിന് 500, ഷെഡ്യൂൾ കാസ്റ്റ് 200, ഷെഡ്യൂൾ ട്രൈബിന് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ AB എഞ്ചിനീയറും മെഡിക്കലും കൂടിയാണ് എഴുതേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടിനും കൂടെ A&Bക്ക് 900 ആണ് അടയ്ക്കേണ്ടത്. ഷെഡ്യൂൾ കാസ്റ്റ് ആണെങ്കിൽ 400, ഷെഡ്യൂൾ ട്രൈബിന് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾ ദുബായ് എക്സാമിനേഷൻ സെന്ററിലാണ് എഴുതുന്നതെന്ന് വിചാരിക്കുക, ദുബായ്ക്കാരാണ് അല്ലെങ്കിൽ UAE ആളുകളാണ്, ദുബായിലാണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് 12,000 പ്ലസ് ആപ്ലിക്കേഷൻ ഫീ ആണ് അടയ്ക്കേണ്ടത്. ഓൺലൈനായിട്ടും ചെലാനായിട്ടും നമുക്ക് അടയ്ക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീ ടു ബി പെയ്ഡ് 700. അപ്പോൾ നമുക്ക് ഏതാണെന്ന് വെച്ചാൽ ഇവിടെ മോഡ് ഓഫ് പേയ്മെന്റ് സെലക്ട് ചെയ്യുക. നെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ചെലാൻ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്കത് പേ ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് പ്രൊസീഡ് ടു പേ ക്ലിക്ക് ചെയ്യുക. ഓൺലൈൻ പേയ്മെന്റ് ഡീറ്റെയിൽസ് ആണ് ഇതും 700ൻ്റെത്. ഇനി അടുത്തത് അപ്ലോഡ് ഇമേജ് ആൻഡ് സർട്ടിഫിക്കറ്റ് ആണ്. ഫോട്ടോഗ്രാഫിന്റെ സൈസ് 150 പിക്സൽ വിഡ്ത്തും 200 പിക്ചർ ഹൈറ്റും ആണ്. കണ്ടല്ലോ, അത് ആ ഒരു സൈസിൽ തന്നെ എടുക്കുക. ഇത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും മുഖം 75% എങ്കിലും ക്ലിയർ ആയി കാണണം. നല്ല വൃത്തിയായിട്ട് എടുക്കുക. ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. പിന്നെ നീറ്റിന് ഉള്ള ഫോട്ടോ വിത്ത് ഡേറ്റ് ആണ് വരുന്നത്. ഇതിന് വിത്ത് ഡേറ്റ് ഒന്നും വേണ്ട, ജസ്റ്റ് ഫോട്ടോ മാത്രം മതി. നല്ല ക്ലിയർ ഫോട്ടോ എടുക്കുക. സൈസ് വന്നിട്ട് 150 പിക്സൽ വിഡ്ത്തും 200 പിക്സൽ ഹൈറ്റും ആണ് പറഞ്ഞിരിക്കുന്നത്. JPG ഫോർമാറ്റ് ആണ് വേണ്ടത്. ഇമേജ് ഫയൽ സൈസ് വന്നിട്ട് 15 KB തൊട്ട് 100 KBന്റെ ഉള്ളിലായിരിക്കണം. If the face in the photograph is not clear or the image is not as per the above guideline, your application is liable to be rejected. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ
വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, 75% ഫേസ് കാണണം, അല്ല ക്ലിയർ ആണെങ്കിൽ അല്ലെങ്കിൽ അവർ റിജക്ട് ചെയ്യുന്നതാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യുക. സിഗ്നേച്ചർ സൈസ് വന്നിട്ട് 150 പിക്സൽ വിഡ്ത്തും 100 പിക്സൽ ഹൈറ്റുമാണ്. അതും 10 KB തൊട്ട് 100 KBന്റെ ഉള്ളിലുള്ള ഫയൽ സൈസ് ആയിരിക്കണം. JPEG ഫയൽ ഫോർമാറ്റ് ആണ് ചെയ്യേണ്ടത്. അത് അപ്ലോഡ് ചെയ്യുക. സിഗ്നേച്ചറും ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ഉണ്ടായിരിക്കും. സ്റ്റെപ്പ് 5 വന്നിട്ട് പ്രിന്റ് അക്നോളജ്മെന്റ്. അപ്പോൾ നമ്മളിതെല്ലാം കറക്റ്റായി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്നോളജ്മെന്റ് പ്രിന്റ് എടുത്ത് വെക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, ആക്സസ് കോഡ് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. അത് കഴിഞ്ഞ് അക്നോളജ്മെന്റ് പ്രിന്റ് എടുത്ത് വെക്കുക. Keam 2022 രജിസ്റ്റർ ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. വളരെ ക്ലിയർ ആയിട്ട് തന്നെ എല്ലാവരും ചെയ്യുക. 2022 Keam ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഫിൽ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.